ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറിയിലേസ് കേരള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി ആവോലി പൊള്ളിച്ചതാണ്. കരിമീൻ പൊള്ളിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഡിഷാണ് ആവോലി വാഴയിലിൽ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പത്തിനും ചോറിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണെങ്കിലും ഈ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഞാനിവിടെ ആവോലി നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം ഓയിൽ, നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് മീനിൽ നന്നായി ഇത് പുരട്ടി കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ വെക്കാം. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ വെച്ചിരുന്നാലും വളരെ നല്ലതാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഫിഷ് ഒത്തിരി ഫ്രൈ ആവാതെ നോക്കണം. ഇപ്പോൾ ഫിഷ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 സവാള, 1 തക്കാളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീരും എടുത്തിട്ടുണ്ട്. ഇവിടെ ആവോലി ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് സവാള ഇടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി സവാള ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം.
ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയും ഫിഷും എല്ലാം ഒന്ന് വാഴയിൽ പൊതിഞ്ഞെടുക്കാം. ആദ്യ ഇലയിൽ നമുക്ക് ഈ മസാലയൊന്ന് നിരത്തി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മീൻ എടുത്ത് വെച്ച് അതിന് മുകളിൽ വീണ്ടും മസാല ഇട്ട് ഇലയൊന്ന് പൊതിഞ്ഞു വെക്കാം. ഇനി നമുക്കിതൊന്ന് പാനിലേക്കിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇല കരിഞ്ഞു പോകാതെ ഒരു 5 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമ്മുടെ ആവോലി പൊള്ളിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നിനി തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്. മസാല എല്ലാം മീനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആവോലി ഇലയിൽ പൊള്ളിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം. താങ്ക്